ഹബീബി കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുഞ്ഞു പൊടി ട്രിക്കുമായിട്ടാണ്. അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അത് ഡാവിഞ്ചിയിൽ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു പൊടി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രിക്ക് എന്താണെന്നല്ലേ? ട്രിക്ക് ഞാൻ പറയാം. അതായത് ഇന്ന് ഞാൻ ഡാവിഞ്ചിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതിന് മ്യൂസിക് ഇട്ടു. ആ മ്യൂസിക് എനിക്കൊന്ന് റാമ്പ് ചെയ്യണമായിരുന്നു. റാമ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് എനിക്ക് കീ ഫ്രെയിം കൊടുക്കുന്ന ഓപ്ഷൻ എവിടെയാണെന്ന് ഒരു രക്ഷയില്ലായിരുന്നു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് റെഫറൻസ് ഒക്കെ ചെയ്ത്, കാര്യം ഞാൻ ഡാവിഞ്ചിയിൽ അധികം ഫെമിലിയർ അല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഫൈനൽ കട്ട് പ്രോ ആണ്. സോ അതുകൊണ്ട് ഒന്ന് ഡാവിഞ്ചിയോട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന രീതിയിലാണ് ഞാൻ ഇന്നൊന്ന് എഡിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തത്. അപ്പോഴാണ് ഈ കീ ഫ്രെയിമിൻ്റെ പ്രശ്നം വന്നത്. അപ്പം ഞാനൊന്ന് റിസർച്ചൊക്കെ നടത്തിയപ്പം എനിക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടി. അപ്പം ആ സൊല്യൂഷൻ വഴി ചെയ്തപ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ട് റാമ്പ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇതൊന്ന് വീഡിയോ ആക്കിയേക്കാമെന്ന്. കാര്യം എന്താ വെച്ചാൽ എന്നെ പോലെ ഡാവിഞ്ചി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പാടില്ല. കാര്യം ചെറിയൊരു കുഞ്ഞു പൊടിക്കുകയാണ്. അപ്പം അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഞാൻ ആ കീ ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടി അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന വീഡിയോ. ഇതാണ് എൻ്റെ ടൈം ലൈൻ. ഈ ടൈം ലൈൻ നമുക്ക് 2 ട്രാക്ക് കാണാൻ സാധിക്കും. ഒന്ന് വീഡിയോ ട്രാക്കും, രണ്ടാമത്തേത് ഓഡിയോ ട്രാക്കും. ഓഡിയോ ട്രാക്കിൽ ഓഡിയോ വേവ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം ഓഡിയോ വേവ് കാണാനായിട്ട് ഞാൻ മൗസിൻ്റെ കൾസർ പതിയെ ഓഡിയോ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു പതുക്കെ ഡ്രാഗ് ചെയ്ത് ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് ഓഡിയോ ട്രാക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഓഡിയോ ട്രാക്കിലാണ് ഞാൻ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഓഡിയോ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഓഡിയോ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനാണ് നമ്മുടെ ഓഡിയോ വേവിൻ്റെ ഓഡിയോ വോളിയം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇതിനാണ് നമ്മൾ കീ ഫ്രെയിമും ആഡ് ചെയ്യുന്നത്. 2 രീതിയിൽ നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് റാമ്പ് ചെയ്യാൻ പറ്റും. ഈ 2 രീതിയിൽ ഞാൻ കാണിക്കാം. ആദ്യത്തെ രീതി ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്നാണ് കീ ഫ്രെയിം ആഡ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പം ഈ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ ഞാൻ ഓപ്ഷൻ ഹോൾഡ് ചെയ്ത് മൗസ് പോയിന്റ് ലൈനിൽ കൊണ്ടുവരുന്നു. പോയിന്റ് ലൈനിനടുത്തെത്തുമ്പോൾ ഇങ്ങനെ ഒരു 2 പോയിന്റ് എനിക്ക് കാണാം. ഈ 2 പോയിന്റ് കാണുമ്പോൾ ഞാൻ അവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് റെഡ് കളറിലൊരു പോയിന്റ് ആഡ് ചെയ്തു. ഇനി എനിക്ക് അടുത്ത പോയിന്റ് ആഡ് ചെയ്യേണ്ടത് ഇവിടുന്നാണ്. അതിന് ഞാൻ വീണ്ടും ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നു, മൗസ് പോയിന്റ് ലൈനിൽ കൊണ്ടുവരുന്നു, ഇങ്ങനെ ഒരു ആരോ വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, 2 പോയിന്റ് ആഡ് ചെയ്തു. ഇനി എനിക്ക് ലെവൽ താക്കണം. അപ്പോൾ അതിന് ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ മൗസ് ഹോൾഡ് ചെയ്ത് ഡൗൺ ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര വേണോ ആ ലെവലിൽ എത്തിക്കാം. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുന്നു. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഈ ഞാൻ ഡൗൺ ചെയ്ത വോളിയം എനിക്ക് അപ്പ് ചെയ്യണം. അതെനിക്കൊരു ഈ ഒരു ഏരിയയിൽ അപ്പ് ചെയ്യണം. അത് ഞാൻ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നു, മൗസ് പോയിന്റ് ലൈനിൽ കൊണ്ടുവരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, പോയിന്റ് ആഡ് ചെയ്യുന്നു, വീണ്ടും സെയിം രണ്ടാമത്തെ പോയിന്റ് ആഡ് ചെയ്യുന്നു, വീണ്ടും രണ്ടാമത്തെ പോയിന്റ് ഹോൾഡ് ചെയ്ത് അപ്പ് ചെയ്യുന്നു, വോളിയം കറക്റ്റായി. ഇതാണ് ആദ്യത്തെ ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തേതിൽ ഞാൻ ഈ ഡ്രാഗ് ചെയ്യുന്ന മൗസിന്റെ കർസർ വെച്ചിട്ടാണ് പോയിന്റ് ആഡ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു പോയിന്റ് ഞാൻ കർസർ കൊണ്ടുവച്ചു. അതിനുശേഷം വലത്തെ സൈഡിൽ ഓഡിയോ വീഡിയോ എന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓഡിയോയിൽ വന്നിട്ട് വോളിയം എന്നുള്ളൊരു ഓപ്ഷനിൽ ആ വോളിയത്തിന്റെ വലത്തെ സൈഡിലായിട്ട് ഒരു ചെറിയ ഡോട്ട് പോയിന്റ് ഉണ്ട്. ഞാൻ ആ ഡോട്ട് പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡോട്ട് പോയിന്റും റെഡ് ആവും. അതോടൊപ്പം തന്നെ ടൈം ലൈനിൽ കർസർ വെച്ചേക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു റെഡ് പോയിന്റ് ആഡ് ചെയ്തു, കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ പോയിന്റ് അതെനിക്കൊരു ഈ ഭാഗത്ത്, അത് വീണ്ടും ഞാൻ അവിടെ കർസർ കൊണ്ടുവച്ചു. തിരിച്ച് വീണ്ടും ഞാൻ വോളിയം സെറ്റിങ്സിൽ വന്ന് പോയിന്റ് ആഡ് ചെയ്യുന്നു, 2 പോയിന്റ് ആയി. അതിനുശേഷം ഇതൊക്കെ ഡ്രാഗ് ചെയ്ത് ഡൗൺ ചെയ്യുന്നു. വീണ്ടും എനിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വീണ്ടും അപ്പ് ചെയ്യണം. പഴയ പോലെ തന്നെ വോളിയം സെറ്റിങ്സ് ബാറിൽ വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ പോയിന്റ് സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, 2 പോയിന്റ് വോളിയം അപ്പ് ചെയ്യുന്നു. ഇതാണ് ഡാവിഞ്ചിയിൽ വോളിയം കീ ഫ്രെയിം കൊടുത്ത് ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 പൊടിക്കൈ മെത്തേഡ്.